ഇന്ന് ഉച്ചയ്ക്ക് ഇത്തിരി ഫൈബർ കൂടുതലായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മുരിങ്ങയിലയും പിച്ചിക്കൊണ്ട് വന്നിരിക്കുക കേട്ടോ. ഈ മുരിങ്ങയിലയും നമുക്ക് ചെറുപയറും കൂട്ടിയിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് ഞാൻ അടുക്കളയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ മുരിങ്ങയില മാത്രമായിട്ട് കറി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ തോരൻ കണക്ക് വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കയ്പ്പ് ഇങ്ങനെ അനുഭവപ്പെടും. അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കുഞ്ഞിലെ ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കയ്പ്പ് കാരണം ഈ മുരിങ്ങയില മാറ്റി വെക്കുന്നവർക്ക് ഇതൊരു ഓപ്ഷൻ നല്ലതാട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കണം. അപ്പോൾ ആ ഒരു കയ്പ്പ് നമുക്ക് ഫീൽ ആവത്തതേ ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പറ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ട് അതിങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഞാനിവിടെ എപ്പം പരിപ്പറ് വെച്ചാൽ ഈ ചെറുപയറിട്ട് മാത്രമാണ് വെക്കുന്നത്. വേറെ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വേറൊരു സൈസ് പയറിട്ട് ഇങ്ങനെ പരിപ്പറ് വെക്കുന്നത്. അത് ഏത് പയറാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും ഈ നമ്മളെ പച്ച കളർ ചെറുപയറിട്ട് മാത്രമാണ് വെക്കുന്നത്. അതിനുശേഷം ദാണ്ടെ മുരിങ്ങയില പിച്ചാനായിട്ട് പോയേക്കാ കേട്ടോ. ഇത് ഇത്തിരി ടാസ്ക് ആണ്, എന്നാലും നിന്നങ്ങ് പിച്ചുക. ഇന്ന് എനിക്ക് പിന്നെ അത്രയും സമയം ഉള്ളതുകൊണ്ട് നിന്നങ്ങ് പിച്ച് എടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതണക്ക് രാത്രി വല്ലതും ഉണ്ടെങ്കിൽ പിച്ച് വെച്ചിരിക്കും കേട്ടോ പിറ്റേന്നത്തേക്ക്. എന്തായാലും അതെല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ നേരെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ പോയേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് മിക്സിക്കകത്തോട്ട് ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എൻ്റെ വീട്ടിൽ ഞാൻ സാധാരണയായിട്ട് ഈ പരിപ്പറ് വെക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ വല്ല ചിക്കനോ ബീഫോ മേടിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ. എങ്കിൽ മാത്രമേ ഈ പരിപ്പറ് ഇവിടെ ചിലവാകത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെറുതെ വെച്ചിരുന്നിട്ട് എടുത്ത് കളയേണ്ടി ആ ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ മുമ്പ് തൊട്ടേ നമ്മൾ ഈ സദ്യക്ക് കൂട്ടി ഇതേ കണക്ക് ബീഫോ ചിക്കനോ ഒക്കെ മേടിക്കുന്ന സമയത്ത് ഞാൻ ഈ പരിപ്പറ് ഉണ്ടാക്കി ഇത് എൻ്റെ വീട്ടിൽ എല്ലാവരും കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അരപ്പ് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടി അങ്ങ് ചേർത്ത് അരച്ചാലുണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് കിട്ടും. അപ്പോഴത്തേക്ക് ആ കഷ്ണമായിട്ടൊന്നും കിടക്കത്തില്ല. അപ്പോൾ അതെല്ലാം അവിടെ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ ഇതണക്ക് പിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഒരെണ്ണം പോലും കളയരുത് കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പിച്ച് എടുത്താണല്ലോ, അതുകൊണ്ട് ഫുള്ള് നീക്കി ഇട്ടേക്കാണ്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. നമ്മളിനി എത്ര പിച്ചാലും അവസാനം ഇത്രയേ കാണത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ഈ പയറും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഇത്തിരി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. നമ്മൾ വെറുതെ അതിനകത്ത് വെച്ചിട്ട് കറി തിളപ്പിക്കുന്ന കണക്ക് തിളയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കരുത്. ചെറിയ കുമിള ഇതണക്ക് പതകളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചേക്കണം. തിളയ്ക്കാനായിട്ട് ഇട കൊടുക്കരുത്. നമ്മളെ മോരൊക്കെ നമ്മൾ തിളപ്പിക്കത്തില്ലല്ലോ, അതേ കണക്കാണ്. ജസ്റ്റ് ഒന്ന് കുമിള വരുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഒന്ന് കടുക് വറുത്തിട്ടാൽ കടുക് വറുക്കാനായിട്ട് പാൻ അടുപ്പിനകത്തോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് കുറച്ച് കടുക്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എല്ലാം കൂടെ മൂപ്പിച്ചിട്ടിട്ട് പരിപ്പ് കറിയിലോട്ട് ഒഴിക്കാനായിട്ട്. ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് വേറൊരു സംഭവം കേട്ടോ. നമ്മൾ വറ്റൽ മുളക്, നമ്മൾ ചുമന്ന മുളക് ഉണങ്ങി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ എൻ്റെ അത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങളിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അത് നല്ലൊരു പ്രത്യേക ഒരു മണവും കാര്യങ്ങളും എല്ലാം വരും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം.